സെബാസ്റ്റ്യൻ പ്രതിയായിട്ടുള്ള തിരോധാന കേസിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവും കൊലപാതകം തന്നെയാണെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ കൊലപാതകി സെബാസ്റ്റ്യൻ തന്നെയെന്നും പറയുന്നുണ്ട്. ജോൺ, അതുപോലെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രണ്ട് പേരുകൾ കൂടി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുകയാണ്, റുക്സാനയും ജയയും. ശരിക്കും അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്താണ് ഈ കേസിൽ? അതുപോലെ തന്നെ തുടർന്നുള്ള ഈ കേസിൻ്റെ മുന്നോട്ടുള്ളൊരു ഗതി എന്തായിരിക്കും? ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. ബിന്ദു പത്മനാഭനെ കാണാതായതിനു ശേഷം ഏകദേശം ഒരു 10 വർഷത്ത് കഴിഞ്ഞിട്ടാണ് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീൺ വിദേശത്തായിരുന്നു. പ്രവീൺ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ സഹോദരിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ആഭ്യന്തര വകുപ്പിനാണ് അയക്കുന്നത്. അത് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഫയൽ നമ്പർ ഇട്ട് അയച്ചു കൊടുക്കുന്നു. പക്ഷേ പോലീസ് അനങ്ങിയില്ല. 70 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് FIR ഇട്ടത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഡയറക്റ്റ് വന്ന ഒരു പരാതിയിൽ 70 ദിവസം കഴിഞ്ഞിട്ടാണ് FIR ഇടുന്നത്. സെബാസ്റ്റ്യനെയും 5 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ അന്ന് വിട്ടയച്ചു. തെളിവില്ല. പല രീതിയിൽ ഈ അന്വേഷണത്തിൽ പോലീസിന് വഴികേൾക്കേണ്ടി വന്നൊരു സമയം കൂടിയായിരുന്നു. അത്രയും താമസിപ്പിച്ചു അന്വേഷണം തുടങ്ങാനായിട്ട്. അതെ, അത് താമസിപ്പിച്ചു. അത് നമ്മൾ നേരത്തെ ഒരു തവണ ചർച്ച ചെയ്തതുപോലെ അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അക്കാലത്തുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്, അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അതിനുശേഷമാണ് ജൈനമ്മയെ കാണാതാകുന്നത്. ജൈനമ്മയെ കാണാതാകുന്നതുമായി പരാതി വരുന്നു. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയെ കാണാതാകുന്നു. ജൈനമ്മയെ പക്ഷേ കാണാതാകുമ്പോൾ അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, അത് സെബാസ്റ്റ്യനാണ് ജൈനമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ എന്ന് പോലീസ് കണ്ടെത്തുന്നു. തുടക്കം മുതലേ ആ രീതിയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോയി. പിന്നെ തെളിവുകൾ സെബാസ്റ്റ്യന് എതിരായിരുന്നു. ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ തെളിവുകളില്ലാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ജൈനമ്മയുടെ കേസ് വന്നപ്പോഴാണ് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതാണ് എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തുന്നതും ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതും ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെയും ബിന്ദു പത്മനാഭൻ തിരോധാനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇനി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു, അതായത് കാണാതായ ആ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു നിഗമനം. അടുത്ത ദിവസം അവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ നിഗമനം. പക്ഷെ ഇതിനൊക്കെ ഈ പറഞ്ഞതുപോലെ അന്നും ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്ന യാതൊന്നും തന്നെ അന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അത് വലിയ റിസ്ക് ആണ്. ഒരു കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും കൊല്ലപ്പെട്ടു എന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ സെബാസ്റ്റ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ അക്കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ ബന്ധുക്കളുടെ അടക്കം ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടൊക്കെയാണ് അതിലൊരു നിർണായകമായിട്ടുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകുന്നത്. കാര്യം ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് പറ്റുള്ളൂ. അപ്പോൾ ഈ ജൈനമ്മയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ റിമാൻഡിലാണ്. അപ്പോൾ റിമാൻഡിലുള്ള പ്രതിയിൽ വീണ്ടും ഒരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം. കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കേസിൽ അപ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ നിലവിൽ അയാൾ റിമാൻഡിലാണ്. ജൈനമ്മയുടെ കേസിൽ റിമാൻഡിലാണ്. അപ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. 2002 ഈ ബിന്ദു പത്മനാഭന്റെ അച്ഛനും അമ്മയും, അതായത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു പത്മനാഭപിള്ളയും അംബികാദേവിയും. ഇവർ 2002 സെപ്റ്റംബർ മാസത്തിൽ പത്മനാഭപിള്ള മരിക്കുന്നു. നവംബർ മാസത്തിൽ തൊട്ടടുത്ത് മാസങ്ങളിലാണ് മരിക്കുന്നത്. അച്ഛനും അമ്മയും മരിക്കുന്നത്, അംബികാദേവിയും മരിക്കുന്നത്. പക്ഷേ ഈ ബിന്ദു പത്മനാഭന് വീട്ടുകാരുമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും മരിച്ചതിന്റെ മരണാനന്തര ചടങ്ങുകൾ പോലും ബിന്ദു പത്മനാഭൻ പങ്കെടുത്തില്ല. പിന്നീട് പൂർണ്ണമായി സഹോദരനുമായി അകന്നു. കുടുംബമായിട്ട് അകന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇവർക്കുണ്ടായിരുന്നു. കുടുംബമായിട്ട് അകലുന്നു. ഈ പ്രവീണാണെങ്കിൽ ചേർത്തലയിൽ നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോകുന്നു, അവിടുന്ന് വിദേശത്തേക്ക് പോയി. അതിനിടയ്ക്കാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബിന്ദു പത്മനാഭനെ കാണാതാകുന്നതും ഒക്കെ ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അയാൾ വിദേശത്തായിരിക്കുന്ന സമയത്താണ്. വ്യാജ മുക്താർ ചമച്ചിട്ടാണ് ഈ സെബാസ്റ്റ്യൻ ഇവരുടെ എറണാകുളത്തെ ഇടപ്പള്ളിയിലെ സ്വത്തുക്കൾ അയാൾ തട്ടിയെടുക്കുന്നത്. ആ വ്യാജ മുക്താർ അതിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് ആൾമാറാട്ടം നടത്തിയ ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകാരിയായ ജയ.
ഓ ശരി. അതായത് ഈ ബിന്ദു പത്മനാഭനാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവരുന്നത്, സെബാസ്റ്റ്യൻ കൊണ്ടുവരുന്നത് ഈ ജയയാണ്. ജയ വന്നിട്ട് ബിന്ദു പത്മനാഭനായി ആൾമാറാട്ടം നടത്തുന്നു. അങ്ങനെയാണ് അതൊരു ഒഫീഷ്യലിന് മുമ്പിൽ വെച്ചിട്ട് താൻ അറിഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇത് കൊടുക്കുന്നു. അല്ലെങ്കിൽ അതെ, അത് അക്കൂട്ടത്തിലുള്ള ആളാണ് റുക്സാന. ഈ റുക്സാനയും ജയയും ഇടയ്ക്ക് സെബാസ്റ്റ്യന്റെ വീട്ടിൽ വന്ന് വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ എനിക്ക് ഒരുപക്ഷെ ഈ കേസിലോ അത് കഴിഞ്ഞിട്ടുള്ള പല സംഭവങ്ങളിലും ഇവരുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കാം. ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ ജയക്കും റുക്സാനയ്ക്കും ഈ ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഈ പ്രവീൺ തിരിച്ച് നാട്ടിലെത്തിയിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രവീൺ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് സ്വത്തുക്കളും ഇല്ല, സഹോദരിയെ കാണാനും ഇല്ല, ഇതൊക്കെ അറിയുന്നത്. അങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയാണ് പോലീസ് പൂഴ്ത്തിവെച്ചത്. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങളാണ് 2017 പരാതി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രവീൺ വന്നിട്ട് പരാതി കൊടുക്കുന്നത്. 2006 തന്നെ ഇവര് മിസ്സിംഗ് ആണ്, ഒരു സംഭവിച്ച കാര്യമാണ്. അപ്പൊ 2006 തന്നെ ഈ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. അപ്പൊ അത് തെളിയിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പരിശോധനയുടെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ. അയാളുടെ ഒരു മൊഴി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് കോടതിയിൽ വരുമ്പോൾ ആ കേസ് നിലനിൽക്കണമെന്നില്ല. പ്രഥമദൃഷ്ട്യാ ക്രൈംബ്രാഞ്ചിന്റെ സാഹചര്യ തെളിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ, മൊഴികളിലേക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കോടതിയിൽ വരുമ്പോൾ സെബാസ്റ്റ്യൻ നല്ല വക്കീലുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ ഈസി ആയിട്ട്, കാരണം തെളിയിക്കാൻ പറ്റണം. നിലവിലുള്ള തെളിവുകൾ ശരിക്കും പോരാ. കൃത്യമായിട്ട് ഈ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ട ഇയാളുടെ വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു പത്മനാഭന്റെ ഈ അവശിഷ്ടങ്ങൾ DNA ഫലം വരുമ്പോൾ ബിന്ദു പത്മനാഭനുമായി മാച്ച് ചെയ്യുന്നതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ ഇയാളാണ് കൊലപാതകി എന്ന് ക്രൈംബ്രാഞ്ചിന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, കോടതിയിൽ ചെല്ലുമ്പോൾ കേസ് നിൽക്കണമെങ്കിൽ, പലപ്പോഴും കൊട്ടിഘോഷിക്കപ്പെട്ട പല കേസുകളും കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഒന്നുകിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അലംഭാവോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണടയ്ക്കുന്നതുകൊണ്ടോ ഒക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ കൃത്യമായി അന്വേഷിക്കാൻ പോലീസ് അതൊരു ഉദാസീനത വിചാരിച്ചിട്ട് അന്വേഷിച്ചു പോകുന്നു. പക്ഷെ കോടതി വരുമ്പോൾ അവിടെ നല്ല വക്കീലുണ്ടെങ്കിൽ ആ വക്കീൽ ഓരോന്നും ഇഴകീറി പരിശോധിച്ച് വാദിക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കോടതിയിലേക്ക് എത്തുമ്പോൾ സെബാസ്റ്റ്യൻ രക്ഷപ്പെട്ടു പോന്നാലും നമുക്ക് അതിശയോക്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം കഴിഞ്ഞു. ആ തുടക്കത്തിൽ പരാതി കിട്ടിയപ്പോൾ പോലീസിന്റെ അലംഭാവം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ തിരോധാനം കൊലക്കേസാണ് എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ പോലും അത് തെളിയിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അതിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അത് വളരെ ഗൗരവത്തിൽ ആ കേസ്, ഇയാളൊരു സീരിയൽ കില്ലറാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇയാൾ കാണുന്ന പോലെ 68 വയസ്സുള്ള ആളാണ്. 68 വയസ്സുള്ള ഇയാൾ ഒരു സീരിയൽ കില്ലറാണ്. കേരളം കണ്ട സീരിയൽ കില്ലർമാരിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ധാരാളം സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. പരിസരവാസികൾ തന്നെ പറയുന്നുണ്ട് ധാരാളം സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഇപ്പോഴാണ് പുറത്ത് പറയുന്നത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ പേടിയുണ്ടോ ഒക്കെ പറയാതെ പോയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ശരിക്കും പല ക്രൈമുകളിലും ഈ അയൽവക്കക്കാരന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാരുടെ ഒരു മനോഭാവം പലപ്പോഴും ആവശ്യമില്ലാതെ ക്രൈമുകൾ കൂട്ടുന്നുണ്ട്. അല്ല, ഇതൊക്കെ പിടിച്ച് അവസാനം അവന്റെ തലയിൽ ചെന്ന് ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അവർ അവസാനം പിടികൂടി കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പെട്ടു. അല്ലെങ്കിൽ വേറെ വല്ല വ്യാജ പീഡന കേസും കൊണ്ട് കൊടുത്താൽ പെട്ടുപോയി. അങ്ങനെയും പിൻവാങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എന്തായാലും ബിന്ദു പത്മനാഭന്റെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊലപാതകം എന്നുള്ളത് നേരത്തെ തെളിയും. ഭൂമി തട്ടിയെടുത്തു എന്നുള്ളത് നേരത്തെ തെളിഞ്ഞ കാര്യം. സ്വത്തുക്കളും പണവും ഒക്കെ തട്ടിയെടുത്തു എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. കൊലപാതകം എന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. അത് തെളിയിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പോലീസിനെ നമുക്ക് ഇക്കാര്യത്തിൽ വിശ്വസിക്കാം. ശരി.